ആ കയ്യിൻ്റെ വിരലിങ്ങനെ പൊക്കി അബു അഖീൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയിട്ട് അവിടെ മരിക്കുക. അവസാനത്തെ വാക്ക് അൽഹംദുലില്ലാ, അത് പറഞ്ഞ് അദ്ദേഹം മരിച്ചു എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, എങ്ങനെ ഒഴുകയുള്ള ഒരാളാണ് അദ്ദേഹം. ഒരായുധം ഏറ്റാൻ കരുത്തില്ല, ഹൃദയഭാഗത്തൊരമ്പ് കൊണ്ട് വീണ ആളാണ്. പക്ഷെ എന്നിട്ടും യാലൽ അൻസാർ അല്ലാഹ അല്ലാഹ് അൽ കറത അലൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ചടകുടഞ്ഞ് എഴുന്നേറ്റ് അദ്ദേഹം പോരായ്മകളെ വിഗണിച്ച് ധീരധീരം പോരടിച്ച് പിന്നെ അദ്ദേഹം ഷഹീദായ ആ രംഗം ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. വിധി ബാധകല്ല, നിർബന്ധ സ്വരവുമില്ല, ഒഴിവഴിവ് ഉള്ള ആളാണ്. പക്ഷെ എന്നിട്ടും ബാധ്യത എന്ന പോലെ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഈ ഒരു മനസ്സ്, ഈ ഒരു താല്പര്യം, ഈ ഒരു നീയത്ത്, അതാണ് ഈ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആ പൂർവികരുടെ പിൻഗാമികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളോട് യാലൽ അൻസാർ അൽ കറത അലൽ മുശ്രിക്കീൻ, അല്ലാഹ അല്ലാഹ അൽ മുശ്രിക്കീൻ എന്നല്ല പറയുന്നത്. നമ്മളോട് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ അത് കേട്ട് എഴുന്നേൽക്കാനുള്ള ഒരു മനസ്സ് അത് നമുക്ക് എത്ര ആൾക്കുണ്ട്? അതേപോലെ എത്ര പുണ്യങ്ങൾ നേടാനുള്ള അവസരങ്ങൾ നമുക്കിപ്പുണ്ട്. പക്ഷേ അതിലൊക്കെ നമ്മളുടെ ഒരു മനസ്സും നമ്മുടെ ഒരു താല്പര്യവും ഒക്കെ എത്രയാണ്? ഗൈഡൻസ് ടിവി, ലൈറ്റ് ഫോർ ലൈഫ്.